നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പ ബിരിയാണിയാണേ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ അതിന് എല്ലോട് കൂടിയ ബീഫ് ഒരു 1/2 കിലോ വേണം. ഒരു വലിയ സവാള, ഒരു തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി, രണ്ട് പച്ചമുളകും കുറച്ച് വേപ്പിലയും പിന്നെ നാളികേരം ചെറുകിയതും വേണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് ഒരു 3 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ കൂട്ട് നമ്മുടെ ഇറച്ചിയിലേക്ക്, ഒരു കുക്കറിലേക്ക് ഇറച്ചിയും ഈ എല്ലും കൂടി എടുത്തിട്ട് ഈ ഡ്രൈ റോസ്റ്റ് ചെയ്ത ആ പൊടിയെ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ട് അത് ചേർക്കണം. പിന്നെ സവാള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു സവാള മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1/2 കിലോയോളം ഉണ്ടാവുള്ളൂ ഈ ബീഫും എല്ലും കൂടി എടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ സവാള മൊത്തത്തിൽ അരിഞ്ഞെടുത്തിട്ട് അതിടണം. പിന്നെ വേപ്പില, പച്ചമുളക്, ഒരു തക്കാളി എടുക്കാൻ പറഞ്ഞില്ല, ആ ഒരു തക്കാളിയും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൊടികൾ, അതിൻ്റെ കൂടെ തന്നെ ഗരം മസാല പൊടിച്ചതുണ്ടെങ്കിൽ അത്, പിന്നെ ബേ ലീഫാണ് ഞാനിപ്പോൾ ഇട്ടത്, അതുണ്ടെങ്കിൽ അതിടണം. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, നമ്മുടെ മീറ്റ് മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇളക്കി യോജിപ്പിക്കണേ. നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് കയ്യിൽ ആ ഇറച്ചിയുടെ ആ ഒരു വെള്ളത്തിൽ തന്നെ ഒരു ഈർപ്പമയം വന്ന വരെ നമ്മളിങ്ങനെ നന്നായിട്ട് തിരുമ്മിയെടുക്കണം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും നമ്മുടെ കൈ ഒന്ന് നനച്ച് ആ കൈവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ട് അതിങ്ങനെ വേഗം വെക്കുക. ആ സമയത്ത് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് തേങ്ങ വറുത്തെടുക്കണം. അതിലേക്ക് നമ്മൾ കുരുമുളകും പെരിഞ്ജീരകവും കൂടി ആഡ് ചെയ്യണം കേട്ടോ. ഗരം മസാല ഇട്ടപ്പോഴത്തേക്കും കുരുമുളകും പെരിഞ്ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ അതും ഇടാം, അതില്ലെങ്കിൽ ഇങ്ങനെ തേങ്ങ വറുക്കുമ്പോൾ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ബീഫ് വെന്തതിലേക്ക് നല്ല വേഗുന്ന കപ്പയായിരിക്കണേ, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനെടുത്ത കപ്പ അത്ര സുഖം ഉണ്ടായില്ല. അപ്പോൾ നന്നായിട്ട് വെന്തുടയുന്ന കപ്പ എടുത്ത് ആ കപ്പയും കൂടി വേവിച്ച് വെള്ളം കളഞ്ഞിട്ട് അതുകൂടി ബീഫിന്റെ കൂട്ടിലേക്ക് ചേർത്ത് അരപ്പും കൂടി ചേർത്തിട്ട്, തേങ്ങ വറുത്ത അരപ്പില്ലേ, അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ കപ്പ ഇങ്ങനെ കുഴച്ചെടുക്കണം അതിൻ്റെ അകത്ത്. എന്നിട്ട് പൊടിയായിട്ട് അരിഞ്ഞ സവാളയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ നല്ല വെള്ളം വരണുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അത്ര ടേസ്റ്റാണ്.